ഹലോ. പിന്നെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ അവിടെ അമ്പലത്തിൽ പോവാമെന്ന് വിചാരിച്ച്. എൻ്റെ ഭർത്താവ് ലീവാവുകൊണ്ട് പോവാമെന്ന് വിചാരിച്ച്. അപ്പം താനി സുന്ദരിയെ റെഡിയായി നിന്നിട്ടിട്ട് നമ്മൾ ഉച്ചയാവും തോന്നുന്നു അവിടെ നടയടക്ക് കൈതേരി അമ്പലത്തിൽ കേട്ടോ പോകുന്നത് കൂത്തുപറമ്പുള്ള. അപ്പോൾ എൻ്റെ മോളെ ഞാൻ കാണിച്ചത് സുന്ദരിയായിനെ. അപ്പം ഒരു ബേറ്റും ബോളും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ട് കളിക്കുന്ന ഇവിടുന്ന്. അപ്പം ഞാൻ കാണിച്ചു തരാം. താൻ ഇങ്ങോട്ട് നോക്കിയാ അമ്മനെ നോക്കിയാ പൊന്നു സുന്ദരി. വാ ഇങ്ങോട്ട്, ഇവിടെ വാ. കണ്ടോളെ എൻ്റെ സുന്ദരിക്കുട്ടീന എങ്ങനെയുണ്ട്? സുന്ദരിയേന ഹായ് പറ. ഉമ്മ കൊടുത്ത ഉമ്മ പറ. സുന്ദരി പട്ടുപാവാടിയെല്ലാം ഇട്ടിട്ടുള്ള പറ. ഹലോ പറ, ഹലോ പറ. സുന്ദരി ആയിട്ടില്ലേ? ഒന്ന് ബേറ്റ് കണ്ടാ? തനിയുടെ ബേറ്റും പോളും കണ്ടാ? എന്താ ബേറ്റും പോളും? നല്ല മഴയാണ്. ബൈക്കിൽ തന്നെ സ്കൂട്ടിയിൽ തന്നെ കേട്ടോ ഫോണ്. അപ്പം താനിക്ക് പുതിയൊരു കോട്ട് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ മോക്ക് കുഞ്ഞി കോട്ട് വാങ്ങി, എനക്കൊരു കോട്ട് വാങ്ങി. അപ്പം സ്കൂട്ടിയിൽ തന്നെ പോകാമെന്ന് വെച്ചു, ബസ്സിന് പോകണ്ടെന്ന് വെച്ചു. പോട്ടെ, റെഡിയായി. അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലോ എന്ന് പറഞ്ഞൂടാ. നോക്കാം അവിടെ പോയിട്ട് എങ്ങനെയാന്ന് നോക്കാം. കണ്ടാ താനിൻ്റെ ബേറ്റും ബോളും വന്നിട്ട് കളിക്കാം. അവിടെ വെച്ചിട്ട് നമുക്ക് പോവാലോ. കൊടുക്ക കറക്റ്റ് കൊടുക്കും ഉമ്മ. അപ്പൊ ഇനി നമ്മൾ പോയിട്ട് വരട്ടെ. ചെറിയ മഴയെല്ലാം കൊണ്ട് നേരെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് മേലോട്ടേക്ക് കയറി പോവുക ചെയ്ത്. അപ്പോൾ ഇത് ഇപ്പോൾ അടുത്താക്കിയതാന്ന് തോന്നുന്നു, ഈ പൈപ്പും കാര്യങ്ങളെല്ലാം. ഞാൻ വന്നത് കുറേ മുമ്പ്, അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഉണ്ടായിനോ ഇല്ലയോന്നൊന്നും. നമ്മൾ കാലെല്ലാം കഴുകി നേരെ ഫസ്റ്റ് കണ്ട അമ്പലത്തിലൊന്ന് തൊഴുത് അത് കഴിഞ്ഞിട്ടാട്ടോ ഉള്ളിലേക്ക് പോയത്. ഇവിടെ നോക്കുമ്പോൾ ഇന്ന് സംക്രമവും ചൊവ്വാഴ്ചയും കർക്കിടകവും എല്ലാം കൂടി വരുന്ന ദിവസമായതുകൊണ്ട് നോക്കുമ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം വിളക്ക് കത്തിക്കാൻ, ഉള്ളിൽ നിന്ന് വിളക്ക് കത്തിക്കുന്നുണ്ടോ ഇല്ലോ ഒന്നും അറിയില്ല. അവിടെ നിന്നാണ് ഇപ്പോൾ വിളക്ക് കത്തിക്കുന്നതാണ്. ക്യൂ എൻ്റെ ബേക്കിൽ കണ്ട ക്യൂ, ഇത്രയും ക്യൂ എല്ലാം താണ്ടിയിട്ട് വേണം അങ്ങ് എത്താൻ. ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യം എന്താണെന്നാ, ഈ കുട്ടികളെയും കൊണ്ട് വരുന്ന ആൾക്ക് വേഗം തന്നെ പോകാവുള്ളൂ. അപ്പോൾ ഞാൻ ക്യൂവിൽ നിന്നേരം ഒരാൾ പറഞ്ഞ് കുട്ടി ഉണ്ടെങ്കിൽ വേഗം പോടുകയെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞിനെ എടുത്ത് പോയി. അപ്പോൾ വേറെ അപ്പുറത്തന്നെ മോളെയും കൂട്ടിയിട്ട് രണ്ട് അച്ഛനും അമ്മയായിട്ടുള്ള ആൾക്കാരെല്ലാം കയറിപ്പോന്നു പോലും. ഞാനതറിയില്ലേനും. ഞാനവിടെ ക്യൂവിൽ നിന്ന് ഒരു മണിക്കൂറെങ്ങാനും ക്യൂ നിന്ന് നേരെ ചുറ്റി വന്ന് ഇത് പായസം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പായസം വാങ്ങാൻ ഇവിടുന്ന് കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ തരുക ചെയ്യുന്നത്. വേറെ കൗണ്ടറൊന്നുമില്ല എന്ന് തോന്നുന്നു. ഞാൻ കുറേ ആയിട്ടാണ് വന്നിട്ട്, അപ്പോൾ എനിക്ക് അത്ര കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ താനി മോള് അവിടെ നേരെ ചാടി എൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ ഒരു കടലാസ് കഷ്ണം കഴിഞ്ഞിട്ട് അത് എടുക്കേണ്ട തിരക്കാം. അപ്പോൾ നല്ല ചുന്ദരിയായിട്ട് ആടിക്കൊഴിഞ്ഞിട്ടെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ അപ്പുറത്തുമായിട്ട് രണ്ട് അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയും കയറി അതിന് ഓപ്പോസിറ്റായിട്ട് വേറെ ഒരു നാഗത്തിൻ്റെ പോലത്തെ ഉണ്ട്. അപ്പോൾ അവിടെയും കയറി അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 മണിയായി കാണും. ഫുഡ് അടിക്കാലോ എന്ന് വെച്ചിട്ട് പോയത്. പക്ഷെ ഭയങ്കര തിരക്കും ആളെല്ലാം കൊണ്ട് ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേങ്കിൽ ഒരു
നമുക്ക് തൃപ്തിയാവാത്തൊരു ഫുഡ്. കാരണം എന്നാൽ പച്ചവെള്ളം പോലത്തെ സാമ്പാർ അങ്ങനെയല്ല ഉണ്ടായി. അപ്പം അത്രയും ജനങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരെ വണ്ടി വിട്ട് ഹോളിഡേയ്സിൽ പോയിട്ട് ഒരു കുഴിമന്തിക്ക് ഓർഡർ കൊടുത്ത് അത് പാഴ്സൽ വാങ്ങി. വരുമ്പോഴങ്ങ് മഴയായിട്ട് കുറച്ച് നിന്നിട്ടല്ല കേട്ടോ, നനഞ്ഞുകൊണ്ട് വേഗം എൻ്റെ വീടാണ് ഫസ്റ്റ് എത്തുന്നത്. അപ്പോൾ അവിടെ കയറിയിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് ജസ്റ്റ് കുറച്ച് നനഞ്ഞിന് കുഴിമന്തിയെല്ലാം, പക്ഷേ ഉള്ളി കവറിലോട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിച്ച്. ലേറ്റായതിന് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റെല്ലാം എടുത്തിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.